അസ്സലാമു അലൈക്കും, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോ കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല, ഇതെല്ലാം ഒരുപാട് ആൾക്കാർ കേട്ടതാണ്. അപ്പൊ വിജയ് തമിഴ്നാട് മാസ് ഡയലോഗോട് കൂടിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇനിയും ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തില്ല എന്ന് പറയുമ്പോൾ വളരെ നാണക്കേടാണ്. ഇതാണ് കോൺഗ്രസിന്റെ പരാജയം. എപ്പോഴും ഒരു പാർട്ടിക്ക് ശക്തനായിട്ടുള്ള ഒരു ലീഡർ വേണം. അത് BJP-യിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിജയിന്റെ പാർട്ടിയിലുമുണ്ട്. വിജയ് സംസാരിക്കുന്നതിനൊപ്പം തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ എന്ന ഒരു വ്യക്തിയാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്, അപ്പം ഞാൻ എന്ത് പറയുന്നു അത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ എന്ന്. ജനങ്ങൾ ഓൾറെഡി ഇയാളെ കണ്ടിട്ടാണ് പല ആളുകളും ജയിപ്പിച്ചിരിക്കുന്നത്. അപ്പം ശക്തമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കാനും ആ പാർട്ടിയിൽ ആ ഒരു നേതാവിന് കഴിയും. പക്ഷെ നമ്മുടെ കോൺഗ്രസിലും ആലോചിച്ച് നോക്ക്, ഒരു മുഖ്യമന്ത്രിയെ പോലും തിരഞ്ഞെടുക്കാൻ ശക്തമായിട്ട് പറയാൻ ആളില്ല. LDF-ൽ ആലോചിച്ച് നോക്ക്, പിണറായി എന്താ പറയണ അതാണ്. അപ്പോഴത്തെയാണ് മാർക്സിസ്റ്റ് പാർട്ടി തിളങ്ങി നിൽക്കുന്നത്. 10 വർഷം ഭരിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആയിക്കോട്ടെ നിങ്ങൾ മാറ്റി കോൺഗ്രസിന് കൊടുത്തു. കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ പോലും ശക്തമായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി പറയാണ് ഇന്നയാള് മതി എന്ന് പറയാൻ പോലും കഴിയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് പോലും. ഇത് എത്ര വലിയ പരാജയമാണ് കോൺഗ്രസ്സുകാരുടെ. ഇതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇന്ത്യയിലെ എല്ലാവിടെയും തോറ്റ് തുന്നം പാടുന്നത്. ഇപ്പൊ കേരളത്തിൽ വേറെ വഴിയില്ല, പിണറായി വിജയന്റെ ഭരണം ശരിയില്ലാതെ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അടുത്തതൊരാൾ വേണ്ടേ? അതാരാ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ചാൻസ് ഉള്ളൂ. അതിനിപ്പോ ഏത് കള്ളനെ നിർത്തിയാലും കൊള്ളക്കാരൻ നിർത്തിയാലും വേറെ വഴിയില്ല ജനങ്ങൾക്ക്. ഇപ്പുറത്ത് നോക്കുമ്പോൾ BJP-യിൽ കുറെ ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങിയാലും മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വളരെ കുറവായിട്ടേ കിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ വർഗീയത പറയുന്ന രീതിയിലാണ് മുസ്ലിം സമൂഹം ചിന്തിക്കുന്നത്. അത് അവർക്ക് കറക്റ്റ് ചെയ്യാനും കഴിയുന്നില്ല. എങ്ങനെ കറക്റ്റ് ചെയ്യുക? ജനൻ TV നേരം വെളുത്ത ജനൻ TV, കർമ്മ TV പോലുള്ള ചാനലുകൾ ഇങ്ങനെ മുസ്ലിം വിരുദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ തന്നെ വീഡിയോ കണ്ടിരുന്നത്, ഏതോ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു, അതിൽ എല്ലാവരോടും ഈ ഡ്രസ്സ് മാറ്റി, അതായത് പർദ്ദട്ട ഇതിനെ പോലും മാറ്റിയിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്തത് എല്ലാവരെയും വിടുന്നു. പക്ഷെ അവൻ അവിടെ പോലും ഒരു വർഗീയത ഉണ്ടാക്കിയിട്ട് മുസ്ലിമിനെ ശത്രുവശത്ത് വെച്ചിട്ട് ചെയ്യുന്നു. അതായത് ഓരോ ബ്ലോഗറും ഇതിൻ്റെ അകത്ത് മുസ്ലിം വിരുദ്ധം വലിയ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എവിടെ തിരിഞ്ഞാലും മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിലൂടെ ശക്തമായിട്ട് മുസ്ലിം വെറുപ്പ് ഒരു വിഭാഗം ആൾക്കാരുടെ ഇടയിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് വലിയ രീതിയിൽ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ്റെ അകത്ത് ദോഷം ചെയ്യുന്നു. പല സ്ഥലത്തും നിങ്ങൾക്ക് അറിയാമല്ലോ, മുസ്ലിങ്ങൾ അടിച്ചമർത്തുന്ന ഒരുപാട് സംസ്ഥാനങ്ങളിൽ. അവിടെ എല്ലാം ഇത് ഇന്നലെ തൊട്ട് തുടങ്ങിയല്ലോ, വർഷങ്ങളായിട്ടാണ് ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ല, കേരളത്തിലും നടക്കും. പക്ഷെ അതിന് സമയമാകുന്ന മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കേൾക്കുന്ന സാധാരണമായിട്ടുള്ള ഒരു ഹൈന്ദവൻ മനസ്സിലായ അവൻ്റെ മനസ്സിലേക്ക് ദിവസം സോഷ്യൽ മീഡിയ അവൻ തുറക്കുമ്പോൾ ഇതന്നെ വരിക. മുസ്ലിങ്ങൾക്കെതിരെ എന്തെല്ലാം പറയാൻ കഴിയുമ്പോൾ അത് കുറ്റകൃത്യങ്ങൾ എല്ലാവരും ചെയ്യും. പക്ഷെ മുസ്ലിങ്ങളെ മാത്രം എടുത്ത് പറഞ്ഞ് വീഡിയോ ചെയ്യും, അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പം നിങ്ങളൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ തുടർന്ന് ഇതന്നെ വരുമ്പോൾ ഇവരെല്ലാം അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പല സ്ഥലത്തിലും ഒരുപാട് മുസ്ലിങ്ങൾക്കെതിരെ അക്രമങ്ങൾ നടക്കുന്നു. ഇപ്പം കേരളത്തിലും നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ടോട്ടലി ശക്തമായിട്ട് ഒരു നേതാവ് ഏതൊരു പാർട്ടിക്കും വേണം. കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പരാജയം ഇതാണ്. ഒരു ശക്തനായിട്ടുള്ള നേതാവിൻ്റെ പേര് നിങ്ങൾ ആരെങ്കിലും കമന്റിൽ പറയുക, ഇന്ന ആളാണ് ശക്തനായിട്ടുള്ള ഒരു നേതാവ്. അയാൾ പറയുന്നത് തീരുമാനിക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയും, കോൺഗ്രസ് പാർട്ടിക്ക് കഴിയും എന്നുള്ളത് നിങ്ങൾ കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഗ്രി ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ VD സതീശനെ കാണിക്കുകയായിരിക്കും. 100% പറയാം, VD സതീശൻ അങ്ങനത്തെ ഒരു നേതാവാണെങ്കിൽ ഇപ്പം ജയിച്ചോ അപ്പം തന്നെ അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല.
അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിന്റെ അകത്ത് ശക്തനായിട്ടുള്ള ഒരു നേതാവ് നിങ്ങൾ പറയുക. പിന്നെ ആകുള്ളത് സാഫി പറമ്പിലാണ്. അയാൾ അടിപൊളിയാണ്, എല്ലാ ജനങ്ങൾക്കും അയാളെ ഇഷ്ടമാണ്. പക്ഷെ എന്താ ചെയ്യുക, അയാളെ MP ആക്കി ഒതുക്കി അവിടെ നിർത്തിയിരിക്കുന്നത്. ഇന്ന് അയാൾ MLA ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാൾ ഉറപ്പായിട്ട് 100% ഒരു മന്ത്രിയാവാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവും. ഭാവിയിൽ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ്. ഇന്ന് കേരളത്തിൽ കോൺഗ്രസ്സുകാർ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ സാഫിനെ കൊണ്ട് കാണിക്കുകയാണ്, അതാണ് അവസ്ഥ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ഒരു നന്മയില്ല. സാഫി പറമ്പിന്റെ മുഖം കാണിച്ചു കൊടുക്കണം ഇവർക്ക് ആരും വോട്ട് കിട്ടണമെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ഈ കോൺഗ്രസിന്റെ നേതാവാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിർത്താനുള്ള കഴിവ് സാഫി പറമ്പിലിനുണ്ട്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയുക. ആരാണ് കോൺഗ്രസിൽ ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കമന്റിൽ പറയുക.